ഹലോ ഗൈസ്, എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ ഇന്നൊരു വൈറ്റിന് പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി കോഫി പൗഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തക്കാളീൻ്റെ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തൈര് നല്ലതാണ്. ഇതിലെല്ലാം കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ അറബുരയിലും ഉണ്ടാകുന്ന സാധനം തന്നെ ഇത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പുരയിലൊന്നും ഇതില്ലാത്തൊന്നും ഉണ്ടാവില്ല. ഇല്ലാത്ത ആൾ ജസ്റ്റ് മേടിക്കുക. അപ്പോൾ മേടിക്കാൻ പറ്റാത്ത ഒരു സാധനമില്ല, ഒരു കെമിക്കലായ ഒരു സാധനം ഞാൻ ഇതിൽ യൂസ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് റിസൾട്ട് കണ്ടിട്ടാകുമ്പോൾ മനസ്സിലാവും ഞാൻ ചെയ്തതിൻ്റെ പാക്ക് എത്ര അടിപൊളിയായിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഇതാക്കാൻ. കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ആയാലും മോർണിംഗ് ആയാലും എപ്പോൾ വേണം ഇത് യൂസ് ചെയ്യുക, ഏടെ വേണം യൂസ് ചെയ്യുക. പ്രൈവറ്റ് ഏരിയാസിലോ അല്ലെങ്കിൽ കാലിലോ കയ്യിലോ മുട്ടിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ശരീരത്തിൽ ഏതൊരു ഭാഗത്തും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എത്ര സ്ക്രബ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മളൊരു 10-15 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ അതിനനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഫേസിൽ വെക്കേണ്ടത്, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ വെക്കേണ്ട സമയം 20-25 മിനിറ്റ് നമ്മൾ ഫേസ് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഞാനപ്പോൾ കയ്യിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചാൽ അത്ര റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൈക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഒരു കൈക്ക് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളത്. ഗൈസ്, അപ്പം അതിൻ്റെ എടുക്കാൻ കുറേ തെറ്റ് പറ്റി. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിന്. പക്ഷേ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് ഒന്നും കേൾക്കുന്നില്ല, ഫാനിൻ്റെ സൗണ്ട് മാത്രം. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീഡിയോയിൽ വോയിസ് ഇട്ടത്. അപ്പോൾ ഞാൻ കൈക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര സ്ക്രബ് ചെയ്യുന്നോ അതായിരിക്കും നമ്മൾക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മളിത് സ്കിന്ന് സോഫ്റ്റ് ആവും, ബ്രൈറ്റ് ആവും, ലൈറ്റ് എല്ലാം ആവും. അപ്പോൾ ഞാൻ 25 മിനിറ്റ് വെച്ചിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ലൈവായിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടാത്തൊരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ്, കുറേ നല്ല ബ്രൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ റിസൾട്ട്. അപ്പം ഞാനിത് ഫുൾ വാഷ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എഫക്റ്റോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോത്തെ ആദ്യം പോയി നോക്കാം. അപ്പോൾ അതും ഇതുമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിതാ കൈയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കാണാം. അപ്പം ഞാൻ കൈ കഴുകി കളയുന്നുണ്ട്. നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി. ചൂടുവെള്ളം തണുത്ത വെള്ളമൊന്നും വേണ്ട, സാധാ പച്ചവെള്ളത്തിൽ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കൈക്കിട്ട് ആ ഇട്ട കൈ നോക്കുക ഗൈസ്, എന്ത് വൈറ്റായിട്ടുണ്ട്. അപ്പോൾ വെളുത്തിട്ട് പാരൊന്നുമില്ല. അപ്പോൾ ഹോം റെമഡീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 3 days 4 days കഴിയുമ്പോൾ നല്ല വൈറ്റാവും, നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.